ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു കൂൺ തോരൻ്റെ റെസിപ്പി കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് കൂൺ നമ്മൾ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കൊണ്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റാട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ടിത് അപ്പോഴത്തേക്ക് സവോളയൊക്കെ നന്നായിട്ട് വാഴ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ കൂണുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ശകലം പോലും വെള്ളം ചേർക്കരുത്, കാരണം കൂണിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുത്തിട്ടൊന്ന് കൂൺ വേവാൻ വയ്ക്കാം. ഇതുകൊണ്ട് നമ്മൾ ഇറ്റ് വെള്ളം ഒഴിച്ചില്ല, പക്ഷെ നോക്കി എന്തോരം വെള്ളം കൂണിന്ന് വന്നേക്കുന്നത്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുത്ത് അടിപൊളി കൂൺ തോരൻ റെഡി.